Hey buddies, welcome back to Motor Techies. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു അനൗൺസ്മെന്റ് ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ ഇന്ന് തൊട്ട് നമ്മൾ ഒരു യൂസേഴ്സ് റിവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റും കൂടെ തുടങ്ങുകയാണ്, യൂസേഴ്സ് ചോയ്സ്. സോ നമ്മൾ അതിനു വേണ്ടി ഏറ്റവും ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ തന്നെ പുതിയ നെക്സോൺ ആണ്. സോ നെക്സോൺ EV നിങ്ങൾക്ക് അറിയാം, വന്നിട്ട് സെപ്റ്റംബറിൽ അനൗൺസ് ചെയ്ത വണ്ടിയാണ്. അന്ന് തൊട്ട് നിങ്ങൾ എല്ലാവരും ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. സോ നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യാനുള്ള കാരണം, നമ്മൾ ഈ വണ്ടി പുതിയത് എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വീക്സ് എടുത്തായി. 2000+ കിലോമീറ്റേഴ്സ് നമ്മൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്തു. സോ നമ്മുടെ ഒരു ഇനീഷ്യൽ ഡ്രൈവ് പ്ലസ് ഫസ്റ്റ് സർവീസിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ഇപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ്, ഒരു നോർമൽ റിവ്യൂവിലുപരി 2000 കിലോമീറ്റേഴ്സ് ഓടിച്ചപ്പോൾ നമുക്ക് തോന്നിയ എന്തൊക്കെയാണ്, നമുക്ക് ഇഷ്ടമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ഓൾ വെദർ ഫീഡ്ബാക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഫീഡ്ബാക്സ്, നമ്മുടെ ഫീഡ്ബാക്സും സജഷൻസും എല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയ്ക്ക് കുറച്ചധികം ലെങ്ത് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വരുന്നത് മിസ്സാവാണ്ട് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ നെക്സോൺ EVയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നെക്സോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2014 ഓട്ടോ എക്സ്പോയിലാണ് ടാറ്റ ആദ്യമായിട്ട് നെക്സോണിന്റെ കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്. ശേഷം 2016 ഓട്ടോ എക്സ്പോയിൽ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുകയും 2017 നെക്സോണിന്റെ പെട്രോൾ ഡീസൽ വേരിയന്റുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ടാറ്റയുടെ സ്വന്തം പ്ലാറ്റ്ഫോമായ X1 പ്ലാറ്റ്ഫോമിലാണ് നെക്സോൺ അവതരിപ്പിച്ചിരുന്നത്. ടാറ്റയുടെ ആദ്യത്തെ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV ആയിട്ടാണ് നെക്സോൺ വന്നത്. നെക്സോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വൻ വിജയമായിരുന്നു. ടാറ്റയുടെ ചരിത്രം മാറ്റിക്കുറിച്ച വണ്ടി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വണ്ടിയാണ് നെക്സോൺ എന്ന് പറയുന്നത്. ശേഷം 2019 ഡിസംബറിലാണ് ടാറ്റ ആദ്യമായിട്ട് നെക്സോൺ EV, ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്നത് കൺസെപ്റ്റിലേക്ക് നെക്സോൺ ലോഞ്ച് ചെയ്യുന്നത്. ടാറ്റ ലോഞ്ച് ചെയ്ത ആദ്യത്തെ EVയും നെക്സോൺ തന്നെയാണ്. ആൻഡ് ഇറ്റ് ചേഞ്ച് ഹിസ്റ്ററി. ഇന്ന് ഇന്ത്യൻ EV മാർക്കറ്റിലെ വൺ ഓഫ് ദി പ്രീമിയം ഷെയർ ഉള്ള ഓട്ടോമൊബൈൽ മാനുഫാക്ചർ ആണ് ടാറ്റ. ടാറ്റയ്ക്ക് നെക്സോൺ EVയോടൊപ്പം തന്നെ ടിയാഗോ EV, ടിഗോർ EV, ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചർ വെഹിക്കിൾ, നെക്സ്റ്റ് കൺസെപ്റ്റ് വെഹിക്കിൾസിൽ നിൽക്കുന്ന ടാറ്റ കർവ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഏറ്റവും ഉടനെ വരുമെന്ന് അറിയിച്ചിട്ടുള്ള ടാറ്റയുടെ പഞ്ച് EV, ഹാരിയർ EV, സഫാരി EV, അങ്ങനെ പിന്നെ സിയറ EV, അങ്ങനെ EVസിന്റെ ഒരു വൻ ശ്രേണി തന്നെ ടാറ്റ ഇപ്പോൾ നമുക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സോ ടാറ്റയുടെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് വേരിയൻസ് ആയിട്ടുള്ള നെക്സോൺ EV ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2020 നെക്സോൺ ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നു. അതിനുശേഷം 2023 സെപ്റ്റംബറിൽ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് ആണ് ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത്. ബോഡി സെയിം ആണെങ്കിൽ പോലും ടാറ്റയുടെ ഫ്രണ്ടും ബാക്കും മൊത്തത്തിൽ ഉടച്ചു വാർത്ത് ഒരു മസ്കുലാർ ലുക്കിൽ, ഒരു മൊത്തത്തിലൊരു എന്താ പറയുക, മൊത്തത്തിലൊരു പ്രീമിയം ഫീലോട് കൂടിയിട്ടാണ് ടാറ്റ ഈ ഫേസ് ലിഫ്റ്റ് അവതരിപ്പിച്ചത്. ഈ ഒരു എൻ്റെ ഡിസൈൻ ഇൻസ്പയർ ആയിട്ടുള്ള ടാറ്റയുടെ തന്നെ കംപ്ലീറ്റ് EV കൺസെപ്റ്റ് വെഹിക്കിൾ ആയിട്ടുള്ള കർവിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് എന്തായാലും ഫേസ് ലിഫ്റ്റിന്റെ വിശേഷങ്ങൾ ആദ്യം കാണാം, അതിനുശേഷം ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ കമ്മിങ് ടു ദ എക്സ്റ്റീരിയർ, ഇതിൽ ഏറ്റവും ആദ്യം തന്നെ അവർ കൊണ്ടുവരുന്നത് ബോണറ്റും ബമ്പറും കംപ്ലീറ്റ്ലി ഉടച്ചു വാർത്തിട്ടുണ്ട്. സോ നമുക്ക് വരികയാണെങ്കിൽ നടുക്കായിട്ടൊരു ലോഗോ ഉണ്ട്. അതിനൊരു ഫുൾ ലെങ്ത് DRലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 എഡ്ജിലായിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ പഴയ നെക്സോണിൽ ഒരു നോർമൽ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ഇതിൽ അത് മാറ്റി LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഫോഗ് ലാമ്പ്സ് വന്നിട്ടുണ്ട്. കോർണറിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. സോ നമ്മൾ സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലൈറ്റ്സ് ഓൺ ആവുകയും, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റ് സൈഡിലെ ഫോഗ് ലാമ്പ്സ് ഓൺ ആവുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു എയർ ഡാം കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന എയറിനെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എയർ ഡാം ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ IC എഞ്ചിൻസ് വണ്ടികളെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു കവേർഡ് ഉണ്ട്. അതേസമയം ഇവിടെ വരുന്ന ഗ്രില്ല് ഓപ്പൺ ആണ്. നമുക്ക് ബാക്കിലായിട്ട് ഒരു റേഡിയേറ്റർ യൂണിറ്റ് കാണാൻ പറ്റും. ഈ റേഡിയേറ്റർ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി യൂണിറ്റിന് കൂൾ ചെയ്യാനും, ബാറ്ററിയുടെ കൂളിംഗ് സിസ്റ്റം വാട്ടർ കൂൾഡ് തന്നെയാണ് നമ്മുടെ ബാറ്ററി സിസ്റ്റത്തിന്റെ റേഡിയേറ്റർ ആണ് നമുക്ക് ഈ ഗ്രില്ലിന്റെ ബാക്കിൽ കാണാൻ പറ്റുന്നത്. അതിന്റെ ഫ്രണ്ടിലായിട്ടൊരു ഹോൺ ഉണ്ട്. പിന്നെ ഇവിടെ ഒറ്റ നടുക്കായിട്ട് ഒരു 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. ദിസ് വർക്കിംഗ് അമേസിംഗ്ലി. നമുക്ക് അകത്ത് കയറുമ്പോൾ അതിന്റെ വിഷ്വൽസ് നമ്മൾ കാണിച്ചു തരുന്നതാണ്. 360 ഡിഗ്രി ക്യാമറയുടെ 2 സൈഡിലായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, 2 സെൻസേഴ്സ് വരുന്നുണ്ട്. ആൻഡ് വെൻ കമ്മിങ് ടു സൈഡിൽ നമുക്ക് ഒരു ബോഡി ഫിനിഷ് കളറിലുള്ള ഒരു സൈഡ് വ്യൂ മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. 4 ക്യാമറാസ് ആണ് 360 ഡിഗ്രി വരുന്നത്. അതിന്റെ വിഷ്വൽസ് എങ്ങനെയൊക്കെയാണ് അകത്തുനിന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സൈഡിലേക്ക് വരുമ്പോൾ നമുക്കുള്ളത് .EV എന്ന് പറയുന്ന ബാഡ്ജിങ് ആണ്. നമുക്കറിയാം ടാറ്റയുടെ EV സെഗ്മെന്റിനെ കംപ്ലീറ്റ്ലി അവർ .EV എന്നൊരു ഇതിലേക്ക് മാറി. ആൻഡ് ദെൻ വരുമ്പോൾ ബാക്കിയെല്ലാം സെയിം ആണ്. പഴയ നെക്സോണിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്യുവൽ ടോൺ ആണ് നമ്മുടെ വണ്ടി.
നമ്മുടെ വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് പ്രസ്റ്റീൻ വൈറ്റ് പ്ലസ് പിയാനോ ബ്ലാക്ക് കളറാണ്. ഇവിടെ ഒരു റൂഫ് റെയിൽ ഉണ്ട്, നടുക്കായിട്ട് നമുക്കൊരു സൺറൂഫ് ഉണ്ട്. പനോരമിക് അല്ല, നോർമൽ സൺറൂഫ് ആണ് വരുന്നത് ടാറ്റയ്ക്ക്. നമുക്ക് ഇവിടെ ഒരു ഫ്യൂൽ ലിഡ് അതേപോലെ ഉണ്ട്. ഈ ഫ്യൂൽ ലിഡിന്റെ അകത്താണ് നമ്മുടെ ചാർജിങ് പോർട്സ് വരുന്നത്. സോ നമുക്ക് തുറന്നു നോക്കാം. CCS2 ടൈപ്പ് ചാർജർ ആണ് നമ്മുടെ നെക്സോണിന് വരുന്നത്. ദിസ് ഇസ് ദ ചാർജിങ് സോക്കറ്റ്. ഈ ഫസ്റ്റ് സോക്കറ്റ് ആണ് നമ്മൾ സ്ലോ ചാർജിങ് യൂസ് ചെയ്യുന്നത്. DC ഫാസ്റ്റ് ചാർജ് വരുമ്പോൾ മാത്രമാണ് സെക്കൻഡ് വൺ ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ 2 ക്യാപ്സ് കൊടുത്തിട്ടുള്ളത്. ഹോം ചാർജിങ്ങും സ്ലോ ചാർജിങ്ങും ചെയ്യുമ്പോൾ നമുക്ക് ഇത് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. 215/60 R16 ഇഞ്ച് ടയേഴ്സ് ആണ് ടാറ്റ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് ഇൻസെർട്ടോട് കൂടിയ അലോയ്സ് ആണ് ഇതിന് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും. എൻറ്റയർലി ന്യൂ ഡിസൈൻ ആണ്. പുതിയൊരു കൺസെപ്റ്റ് പോലെയാണ് ടാറ്റ ഈ ഒരു അലോയ്സിനെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയുമ്പോൾ 4 വീൽസും നമ്മുടെ ഏറ്റവും ടോപ്പ് മോഡലാണ് എംപവേർഡ് പ്ലസ് LR. അതുകൊണ്ട് തന്നെ അതിന് 4 വീൽസും അലോയ്സ് ആണ് വരുന്നത്. LR റേഞ്ച്, ലോങ് റേഞ്ച് വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ടാറ്റ കൊടുക്കുന്നത് 4 ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് കേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം സീറ്റിന്റെ അടിയിലാണ്, വണ്ടിയുടെ പ്ലാറ്റ്ഫോമിലാണ് ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കുറച്ച് കേബിളും കാര്യങ്ങളും പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ കമ്മിങ് ടു ദ റിയർ, നമുക്ക് ഏറ്റവും മേളിലായിട്ട് ഒരു ഷാർക്ക് ഫിൻ ആന്റിന ഉണ്ട്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ആൻ ആന്റിന, ഇതൊരു GPS റിസീവർ കൂടിയാണ്. പിന്നെ വരുമ്പോൾ നമുക്കൊരു അത്യാവശ്യം വലിയൊരു സ്പോയിലർ ഉണ്ട്. നമുക്ക് റേഞ്ച് റോവർ ഇൻസ്പയർഡ് എന്ന് തന്നെ പറയാൻ പറ്റും. റേഞ്ച് റോവർ വേളാർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു റിയർ വൈപ്പർ പ്ലസ് വാഷർ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. അതൊരു ബെറ്റർ കവറേജോട് കൂടിയ ഒരു വൈപ്പർ, അത് ഹിഡൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പർപ്പസ് നമുക്കറിയില്ല. പിന്നെ നമുക്ക് വരുമ്പോൾ നമ്മുടെ നെക്സോണിനെ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കടുവ, അതായത് ടൈഗറിന്റെ സൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ഇമേജ് നമുക്ക് ഈ ഒരു റിയർ ഗ്ലാസ്സിൽ കാണാൻ പറ്റും. ദെൻ കമ്മിങ് ബാക്ക്, ഒരു എക്സ് ഷേപ്പിലുള്ള ഒരു ഫുൾ ലെങ്ത് ഉള്ള ഒരു ടെയിൽ ലാമ്പ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രം ഈ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി ഒരു പ്രീമിയം ഫിനിഷോട് കൂടിയ ഒരു എക്സ് ഇതാണ്. ഇത് ടോപ്പ് വേരിയന്റ് മാത്രമാണ് ഉള്ളൂ. ദിസ് ഇസ് സംതിങ് വിച്ച് സിഗ്നിഫൈസ് ദ ടോപ്പ് വേരിയന്റ്. കാരണം നമുക്കറിയാം ടാറ്റയുടെ ബാഡ്ജിങ്ങിൽ എല്ലായിടത്തും Nexon.ev എന്ന് മാത്രമാണുള്ളത്. ഏത് വേരിയന്റ് ആണെന്നും പുറമേ നിന്ന് അറിയാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല. അതൊരു ഡ്രോബാക്ക് ആണ് എന്ന് ചോദിച്ചാൽ ലോവർ എൻഡ് വേരിയൻസ് മേടിക്കുന്നവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. പ്രീമിയം മേടിക്കുന്നവർക്ക് അതൊരു മേ ബി ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. നമ്മൾ ഏറ്റവും ടോപ്പ് വേരിയന്റ് മേടിക്കുമ്പോഴും നമുക്കത് പറഞ്ഞറിയിക്കേണ്ട ഒരവസ്ഥയാണ് നമുക്കുള്ളത്. ബട്ട് സ്റ്റിൽ ഈ ഒരു കംപ്ലീറ്റ് എൻഡ് വരുന്നത് നമ്മുടെ ടോപ്പ് വേരിയൻസ് മാത്രമാണ്. പിന്നീട് വരുമ്പോൾ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഈ ഒരു ടാറ്റ ലോഗോ അടിയിലായി തന്നെ ഫ്രണ്ടിലെ പോലെ തന്നെ നമുക്ക് റിയർ ആൻഡ് 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ 2 സൈഡിലായിട്ട് റിഫ്ലക്റ്റേഴ്സ് പ്ലസ് റിവേഴ്സ് ലൈറ്റ് ഉണ്ട്. പക്ഷേ റിവേഴ്സ് ലൈറ്റ് ഒരെണ്ണേ ഉള്ളൂ, അപ്പുറ സൈഡിലുള്ള റിഫ്ലക്ടർ മാത്രമാണ്. നമുക്ക് എന്തായാലും ബോണ്ടും കൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ് കാണാൻ പറ്റും. ഇലക്ട്രിക്കലി ഓപ്പറേറ്റബിൾ ലോക്ക് ആണുള്ളത്. ഇതാണ് അതിന്റെ സ്വിച്ച്. ഹൈഡ്രോളിക് സപ്പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്കൊരു പാർസൽ ട്രേ തന്നിട്ടുണ്ട്. അതിന്റെ അടിയിലായിട്ട് നമുക്ക് 350 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് തന്നിട്ടുണ്ട് ടാറ്റ. അതോടൊപ്പം തന്നെ നമുക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്പെയർ വീല്, ജാക്കി, ടൂൾസ് എല്ലാം അതിന്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ടാറ്റ ടയർ പഞ്ചർ കിറ്റും ഉണ്ട്. രണ്ടും നമുക്ക് തരുന്നുണ്ട്. ചില മാനുഫാക്ചേഴ്സ് ഏതെങ്കിലും ഒന്ന്, ഇത് സ്പെയർ വീൽ ഓർ ടയർ പഞ്ചർ കിറ്റ് തരുമ്പോൾ ടാറ്റ നമുക്ക് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുമ്പോൾ ഡിക്കിയിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് JBLന്റെ ഈ ഒരു സബ് വൂഫർ ആണ്. 8+1 സ്പീക്കർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ട് ഇൻബിൽറ്റ് ആയിട്ട് JBLന്റെ ഒരു സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. സൗണ്ട് സിസ്റ്റം ഈസ് മാസീവ്. നമുക്ക് അകത്ത് കയറുമ്പോൾ അതിന്റെ വീഡിയോസ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ടാറ്റ 25 വർഷം കൊണ്ട് 50 lakhs കാർസ് ആണ് ഇന്ത്യൻ നേരത്തുള്ള ഇറക്കിയിട്ടുള്ളത്. ഫ്രം 1998 to 2023. സോ അതിന്റെ ഒരു ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെലിബ്രേറ്റിംഗ് 50 years ഓഫ് ടാറ്റ എന്ന് പറഞ്ഞിട്ട്. സോ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയറിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ഒരു കൗതുകമുള്ള ഒരു കാര്യമാണ് EVക്ക് എന്തിനാണ് ബോണറ്റ്? EVക്ക് എഞ്ചിൻ ഇല്ലല്ലോ, അപ്പൊ ഈ ബോർഡിന്റെ അകത്ത് എന്താണ് ഇരിക്കുന്നതെന്ന്. സോ ആ കൗതുകം ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പുറത്ത് കാണിക്കുകയാണ്. ലെറ്റ്സ് ഓപ്പൺ ദി ബോണറ്റ്. ആണ് നമ്മുടെ നെക്സോൺ EVയുടെ ബോണറ്റിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പെട്രോൾ എഞ്ചിൻ കാറുകളിൽ, പ്രീമിയം കാറുകളിൽ എങ്ങനെയാണോ എഞ്ചിൻ കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേളിൽ .EVയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. അതിന്റെ 2 സൈഡിലായിട്ട് നമ്മുടെ കൂളൻസ് ഫില്ല് ചെയ്യാനുള്ള റിസർവേഴ്സ് ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ വൈപ്പർ വാഷൻ റിസർവേറും, അവിടെ ആ സൈഡിൽ റൈറ്റ് എൻഡിലായിട്ട് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ റിസർവേഴ്സും ഉണ്ട്. പിന്നെ നമുക്ക് വരികയാണെങ്കിൽ ഇതിന്റെ അടിയിൽ മെയിൻ ആയിട്ട് വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ബാറ്ററി, 2 BMS, മൂന്നാമത്തെ ഇതിന്റെ ECU കാര്യങ്ങൾ. സോ ഇതെല്ലാമാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ബാക്കിലെ ബാറ്ററിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കേബിൾസ് ഇവിടെ കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഓറഞ്ച് കളർഡ് കേബിൾസ്.
സോ പറയുകയാണെങ്കിൽ നെക്സോൺ കൊടുത്തിരുന്നത് Gen 2 മോട്ടറാണ് ഇതിന് വരുന്നത്. പഴയ നെക്സോൺ മോട്ടറിനേക്കാളും 20 കിലോസ് കുറച്ചിട്ട് കൂടുതൽ എഫിഷ്യൻസിയോട് കൂടി പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ്. നമ്മുടെ ഫേസ് ലിഫ്റ്റ്, അതായത് പഴയ നെക്സോൺ EVയിൽ മോട്ടറിന്റെ മാക്സിമം RPM 12,000 ആയിരുന്നെങ്കിൽ പുതിയ EVയിൽ വരുമ്പോൾ ഈ പുതിയ Gen 2 മോട്ടറിന്റെ RPM എന്ന് പറയുന്നത് 16,000 RPM ആണ് വരുന്നത്. Then coming to this technical terms, ഇത് നമ്മുടെ LR വേരിയന്റ് ആണ്. LR വേരിയന്റിന് വരുന്ന മോട്ടർ എന്ന് പറയുന്നത് 106 കിലോ വാട്ട്, അതായത് ഏകദേശം 146 BHP പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ് ഇതിനുള്ളത്. നമ്മുടെ മിഡ് റേഞ്ച് വേരിയന്റ്, അതായത് MR വേരിയന്റിലേക്ക് വരുമ്പോൾ 95 കിലോ വാട്ടിന്റെ മോട്ടോഴ്സ് ആണ് അതിൽ വരുന്നത്. സോ നെക്സോണിന്റെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേരിയന്റ് എന്ന് പറയുന്നത് കമ്പയറിംഗ് ടു ഡീസൽ, പെട്രോൾ ആൻഡ് EVയിൽ വരുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേരിയന്റ് എന്ന് പറയുന്നത് ഈ LR സെഗ്മെന്റ് തന്നെയാണ്. പിന്നെ നമുക്ക് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ ഡീസൽ കാറുകളിൽ എങ്ങനെയാണ് ബാറ്ററി ഉള്ളത് അതുപോലത്തെ ഒരു ഓക്സിലറി ബാറ്ററി, ഒരു 12 വോൾട്ടിന്റെ ബാറ്ററി ഈ വണ്ടിക്കും ഉണ്ട്. നമ്മൾ പെട്രോൾ കാറിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാണ്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ആ ബാറ്ററി ഡ്രെയിൻ ആവുന്നത്, ദാറ്റ് സെയിം റിസ്ക് ഈസ് ഇൻ EVs ഓൾസോ. നമ്മുടെ EVയുടെ ബാറ്ററി ഫുൾ ചാർജ് ആണെങ്കിലും ഈ ഒരു ബാറ്ററി എങ്ങനെയെങ്കിലും ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ വണ്ടി പിന്നെ റെസ്പോണ്ട് ചെയ്യില്ല. കീൽ അൺലോക്ക് ചെയ്യാനോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും ചെയ്യില്ല. കാരണം ECUസിനെയും ബാക്കി എല്ലാത്തിനെയും പവർ ചെയ്യുന്നത് ഈ ഒരു 12 വാട്ട് ബാറ്ററിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതിലെ ആപ്പ് മാൽ ഫംഗ്ഷൻ ആയിട്ട് എൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയതാണ്. ആൻഡ് എനിക്ക് ബാക്കപ്പ് ടീം വന്ന് ഞങ്ങൾ വണ്ടി ജെം സ്റ്റാർട്ട് ചെയ്തതാണ്. EV ജെം സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ സ്ഥിരമായിട്ട് കോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഴയ വണ്ടികളാണ് ചെയ്തതെങ്കിൽ പുതിയ EV ഒരു മാൽ ഫംഗ്ഷൻ കൊണ്ട് ബാറ്ററി ഡ്രെയിൻ ആയിട്ട് ജെം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ മെയിൻ ബാറ്ററി, അതായത് 40 കിലോ വാട്ട്, നമുക്കറിയാം 40 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഇതിലുള്ളത്. ലോങ് റേഞ്ചിൽ, മിഡ് റേഞ്ചിൽ വരുമ്പോൾ 30 കിലോ വാട്ട് അവറാണ്. ആ ബാറ്ററി ഫുൾ ചാർജ് ആണെങ്കിൽ പോലും ഇഫ് ദിസ് 12 വാട്ട് ബാറ്ററിയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പവർ അല്ലെങ്കിൽ വണ്ടി ടേൺ ഓൺ ആവില്ല. നമ്മൾ ജമ്പ് ചെയ്യുക തന്നെ ചെയ്യണം. സോ ദിസ് വുഡ് ബി ന്യൂ ഇൻഫർമേഷൻ. EV യൂസ് ചെയ്യുന്നവർ വിചാരിക്കും എൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോലോ. വേറൊന്നുമില്ല, നമ്മൾ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ ബാറ്ററിയുടെ ചാർജർ കണക്റ്റഡ് ആണ്, അത് ചാർജ് ആയിക്കോളും. ബട്ട് ദർ ആർ പോസിബിലിറ്റീസ്, ഈ വണ്ടി ഡ്രെയിൻ ആയാൽ ഇപ്പം എന്തെങ്കിലും ഒരു ഓപ്ഷൻ വന്ന് നമ്മൾ വണ്ടി ടേൺ ഓഫ് ആയി ചിലപ്പോൾ നമ്മുടെ പാർക്ക് ലൈറ്റ് കിടക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചാൻസസിൽ എങ്ങനെയാണോ ഡീസൽ പെട്രോൾ വണ്ടികളുടെ ബാറ്ററി ഡ്രെയിൻ ആവുന്നത്, ദാറ്റ് സെയിം റിസ്ക് ഈസ് ഇൻ EVs ഓൾസോ. പക്ഷെ അപ്പോഴും ഡ്രെയിൻ ആവുന്നത് ഈ 12 വാട്ട് ബാറ്ററി കൂടിയാണ്. ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണിത്. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. നിങ്ങളുടെ വണ്ടി കീഴിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഓർക്കുക ഈ ബാറ്ററി ഡ്രെയിൻ ആയതാണ്. യു ക്യാൻ ജമ്പ് ഇറ്റ് വിത്ത് അനദർ ബാറ്ററി ഓർ ലൈക്ക് യു ജമ്പ് യുവർ കാർ. ഓക്കെ. സോ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ നെക്സോണിന്റെ ഇന്റീരിയറിലേക്ക് പോകാം. വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് നമുക്ക് വണ്ടിക്ക് വന്നിട്ടുള്ളത്. വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിന് ലക്ഷറി ഇന്റീരിയർ തന്നെയാണ് ടാറ്റ തന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ചെക്ക് ദാറ്റ്. ഇതാണ് നമ്മുടെ കാറിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. നമുക്ക് ഡോർസിൽ നിന്ന് തുടങ്ങാം. മേളിൽ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക് ഫിനിഷ് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ലെതറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ ഡോർസ് പാഡ്സ് ആണ്. പിന്നെ അവിടെ ഒരു പിയാനോ ബ്ലാക്കിലുള്ള ഒരു പ്ലാസ്റ്റിക് ഇൻസേർട്ടും ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ വിൻഡോസിന്റെ പവർ വിൻഡോസിന്റെ 4ന്റെയും കൺട്രോൾസ് വരുന്നത്. ഡ്രൈവർ വിൻഡോ മാത്രം ഓട്ടോ ഡൗൺ ആണ്. പിന്നെ ഇവിടെ നമുക്ക് അത് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയാത്തൊരു കാര്യം, ഇതാ നമ്മുടെ വിൻഡോയിലാണ് ഈ നമ്മുടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതിന്റെ നോബിൽ തന്നെയാണ് ഈ വിൻഡോസ് ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ചും. ഇത് നടുക്കത്തെ പൊസിഷൻ, ഡോട്ട് മാച്ചസ് ഡോട്ട് ഇതിലിട്ടിട്ട് നമുക്ക് താഴത്തേട്ട് തന്നെയാണ് ഓപ്പണിംഗ് ക്ലോസും ഫംഗ്ഷൻ ഉള്ളത്. ടാറ്റ എക്സിസ്റ്റിംഗ് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. പക്ഷെ പുതിയ നെക്സോണിലേക്ക് മാറി മറ്റു വണ്ടികളിലേക്ക് മാറിയിരുന്ന പലർക്കും ഇത് അറിയില്ല. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു, ഞാൻ പിന്നീട് കണ്ടുപിടിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ നമ്മുടെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് നമ്മുടെ നെക്സോണിന് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഒരു ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീൽ ആണ്. നടുക്കായിട്ട് ഒരു ഗ്ലാസ് ഫിനിഷിൽ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് നമ്മുടെ കൺട്രോൾ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കോൾ ഫംഗ്ഷൻ, ഇത് ബ്ലൂടൂത്ത് സോഴ്സ് സെലക്ഷൻ, വോയിസ് കമാൻഡ്. ദെൻ ഇവിടെ നമ്മുടെ കോൾ അബോട്ട് ചെയ്യാനുള്ള സ്വിച്ച്. ഇവിടെ വരുമ്പോൾ ഡിസ്പ്ലേ, ഈ ഒരു ഇൻഫർമേഷൻ മാറാനുള്ള ഇത്. ഇവിടെ അതിന്റെ വ്യൂസ്, പല വ്യൂ മോഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ക്രൂയിസ് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച്. ഫിജിറ്റൽ എന്നാണ് അവർ ഈ കൺസോളിനെ മൊത്തത്തിൽ പറയുന്നത്. ഈവൻ നമ്മുടെ AC കൺസോൾ ആണെങ്കിലും നമ്മുടെ സ്റ്റിയറിംഗ് വീൽ കൺസോൾ ആണെങ്കിലും ഇറ്റ് ഈസ് എ ഡിജിറ്റൽ പ്ലസ് ഒരു ടച്ച് ഇന്റർഫേസ് ഉള്ള തിങ്സ് ആണ്. നമുക്ക് സെൻട്രലിലേക്ക് വരും. ഇതിൽ വരുന്നത് ഒരു 10.9 ഇഞ്ചിന്റെ ഡാഷ്ബോർഡ് ആണ് നമുക്ക് വരുന്നത്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കളർഫുൾ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്.
അതൊരു സിംഗിൾ സ്ക്രീൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. കാരണം അതിലുള്ള ഫീച്ചേഴ്സ് പറയുന്നത് അത് തന്നെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. ഇഫ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ട്, ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഓപ്ഷൻസ്, എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നമുക്ക് കമന്റ് ചെയ്യുക, നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഒരു 12.9 ഇഞ്ചിന്റെ ഒരു വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. ഞങ്ങൾ ഈ ടോപ്പ് വേരിയന്റ് സെലക്ട് ചെയ്യാനുള്ള വൺ ഓഫ് ദി മേജർ റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ്. ഹാർമന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. ചെറിയ മോഡൽസ് വരുന്നത് 10.9 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. പ്ലസ് അതോടൊപ്പം തന്നെ നമുക്കൊരു JBLന്റെ +1 സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സ്, 4 ട്യൂട്ടേഴ്സ്, ഒരു സബ് വൂഫർ, അങ്ങനെയാണ് അത് വരുന്നത്. പ്രീമിയം സൗണ്ട് ക്വാളിറ്റി ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ JBLന്റെ സൗണ്ട് മോഡ്സ് ആണെങ്കിൽ പോലും ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ അക്വസ്റ്റിക്, ബാസ് ആൻഡ് സാൻസർ, അങ്ങനെ ഒരുപാട് സൗണ്ട് മോഡ്സ് നമുക്ക് ടാറ്റയിൽ പ്രീസെറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം മലയാളികളെ എസ്പെഷ്യലി മ്യൂസിക് ലവേഴ്സ് ആയിട്ടുള്ള ഒരു വണ്ടി മേടിച്ച ആദ്യം അപ്ഗ്രേഡ് ചെയ്യുന്ന ഒന്നാണ് സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ബട്ട് ട്രസ്റ്റ് മീ, ദിസ് തിങ് ഡസന്റ് നീഡ് എനി അപ്ഗ്രേഡ്സ്. നിങ്ങൾക്ക് ഓസം എക്സ്പീരിയൻസ് ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ഒരുപാട് ഒരു കംപ്ലീറ്റ്ലി കൺസോളിഡേറ്റർ ആണ്. നമ്മുടെ AC കൺട്രോൾസ് വരുന്നുണ്ട്, FM, നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസസ്, പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ കണക്ടർ ആണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി അനദർ ഫീച്ചർ. നമുക്കറിയാം നമ്മുടെ എയർ ക്വാളിറ്റി വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഇപ്പോൾ ഈവൻ ഇന്ത്യയിലെ കേസ് ഡൽഹിയാണ് വൺ ഓഫ് ദി മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി എന്ന് പറയുന്നത് ഡൽഹി ആയിട്ടാണ്. സോ അങ്ങനെയുള്ള സിറ്റീസിനെയും ഇന്ത്യയിലെ എൻറ്റയർ ഇന്ത്യൻ ജനത നല്ല വായു ശ്വസിക്കണം എന്നൊരു ഉദ്ദേശത്തോടു തന്നെ ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു എയർ പ്യൂരിഫയർ ഉണ്ട്. നമുക്കറിയാം നമ്മൾ വണ്ടിയെ കയറിയപ്പോൾ AQI വാസ് അറൌണ്ട് 100 സംതിങ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് ഇംപ്രൂവ് ആയിട്ട് 36ലേക്ക് വരുന്നുണ്ട്. സോ വെൻ എവർ യു ഡ്രൈവ് എ ടാറ്റ കാർ, ഇത് യു ഷുഡ് ബ്രീത്ത് quality air. Paid feature, it's a premium feature, but still it is something which is very important for cars. പിന്നെ നമുക്ക് വരുമ്പോൾ ആർക്കേഡ് EV ഉണ്ട്. ഇത് ഞങ്ങൾ EV ഉള്ളവരുടെ മാത്രം എന്താ പറയാ സ്വകാര്യ അഹങ്കാരമാണ്. ആർക്കേഡ് EVയിൽ ഇതിപ്പോ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ആർക്കേഡ് EVയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ BB Racing 2 ആർക്കേഡ് EVയുടെ തന്നെ ഫീച്ചറാണ് BB Racing. സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അറിയാം, ലിനക്സിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് BB Racing. സോ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കാലഘട്ട ഓർമ്മകളിൽ BB Racing ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കമന്റ് ചെയ്യുക. വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ മെമ്മറീസ് ആൻഡ് യുവർ ബ്യൂട്ടിഫുൾ കമന്റ്സ്. പിന്നീട് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, EVയുടെ ഉണ്ട്, വേറെ നമുക്ക് ഒരുപാട് ആപ്സ് ഉണ്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ഉള്ള ടെലിഫോൺ, ഫോണ്, പിന്നെ ക്വിക്ക് സെറ്റിംഗ്സ്, റേഡിയോ, സൗണ്ട് ഡെമോ ഉണ്ട്. നമുക്ക് എന്തായാലും ഡെമോ പ്ലേ ചെയ്യാം. സൗണ്ട് ഡെമോയ്ക്കുള്ളത് അവർ പ്രീസെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ചെക്ക് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ നമുക്ക് വോയിസ് അസിസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ 360 സറൗണ്ട് വ്യൂ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്താ നമുക്ക് ഇവിടെ വ്യൂസ് മാറ്റാവുന്നതാണ്. റൈറ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റ് റിയർ വ്യൂ, ബാക്ക് വ്യൂ. ഇതിന് തന്നെ 3D കിട്ടും. ഒരു 3D ആനിമേഷൻ ആണ് വരുന്നത്. നമ്മുടെ പല വേരിയൻസിലുള്ള ക്യാമറ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഇത് ഫ്രണ്ടിലെ രണ്ട് സൈഡിലെയും വ്യൂസ് ബ്ലൈൻഡ് സ്പോട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്, ബാക്ക് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നതിന്റെ 360 വ്യൂ ആണ്. ബട്ട് ട്രസ്റ്റ് മീ, ഇതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യരുത്. കാരണം ഇത് നമുക്കറിയാം 4 സൈഡിലേക്ക് ഇരിക്കുന്ന 4 ക്യാമറകളുടെ വ്യൂ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വ്യൂ വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇത് ആക്ച്വലി ഒരു ടോപ്പ് വ്യൂ അല്ല. നമുക്കറിയാം വണ്ടിയുടെ മേലിൽ ഡ്രോൺ ഒന്നുമില്ല ടോപ്പ് വ്യൂ തരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു കോർണർ പോർഷൻസ് നമ്മൾ എപ്പോഴും മിററിൽ നോക്കി മാനുവൽ ആയിട്ട് വെരിഫൈ ചെയ്യേണ്ടതാണ്, എസ്പെഷ്യലി വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ. കാരണം ഈ ഒരു കോർണർ ഐസ് ആക്ച്വലി ഈ ക്യാമറയുടെ ബ്ലൈൻഡ് സ്പോട്ടാണ്. ഓക്കെ, സോ ഈ ഒരു കോർണറിൽ ഇപ്പോൾ ഒരു മരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്യാമറയിൽ കിട്ടൂല, ഇടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും ചെക്ക് സറൗണ്ടിങ്സ് ഓൾസോ. 360 ക്യാമറ ഉണ്ട്, റിയർ വ്യൂ ക്യാമറ ഉണ്ട്, എന്തുണ്ടെന്ന് പറഞ്ഞാലും യു ഷുഡ് മാനുവലി നമ്മൾ എൻഷുർ ചെയ്യണം ആ ഏരിയ ക്ലിയർ ടു ഗോ ആണെന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് വ്യൂസ് ഉണ്ട്. അതായത് നമ്മൾക്ക് മിററിൽ കാണാൻ പറ്റാത്ത സ്പേസ്. ഞാൻ പറയുന്നു, ബ്ലൈൻഡ് സ്പോട്ട് മീൻസ് മിററിലൂടെ നമുക്ക് കാണാൻ പറ്റാത്ത സ്പേസ് ആണ് ഈ ക്യാമറ കാണുന്നത്. മിറർ പ്ലസ് ഈ ക്യാമറ മാത്രമാണ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എന്താണുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ വെനെവർ യു ആർ യൂസിങ്, ഇപ്പോൾ ഈ കാറെന്നല്ല 360 ഇന്ന് ഒരുപാട് മോഡൽസ് ഉണ്ട്. അതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിറർ നോക്കുക, ദെൻ ടു ദ ക്യാമറ.
രണ്ടിടത്തും നോക്കി ബ്ലൈൻഡ് സ്പോട്ട് എം ടി ആണ് അല്ലെങ്കിൽ സൈഡിൽ വാഹനങ്ങൾ ഇല്ല എന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രം തിരിക്കുക. കാരണം പുതിയൊരാൾ വരുമ്പോൾ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഈ ഒരു ക്യാമറയെ മാത്രം ട്രസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുന്നത്. എസ്പെഷ്യലി ഒരു ബേസ് മോഡൽ കാറിൽ ഇതൊന്നും ഇല്ല, റിവേഴ്സ് ക്യാമറ മാത്രമാണ് കാറിലേക്ക് വന്നിട്ട് ഇത്രയും ഫീച്ചേഴ്സ് കാറിലേക്ക് വരുമ്പോൾ ആളുകൾ കുറെ നെഗ്ലിജൻസ് കാണിക്കുന്ന കാണാം. ആൻഡ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഡാമേജ് നമ്മുടെ വാഹനത്തിനും അതോടൊപ്പം നിങ്ങൾക്കും അതോടൊപ്പം തന്നെ പുറത്തുള്ള ട്രാഫിക്കിനും അത് അപകടം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഡ്രൈവ് സേഫ്. എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും മാനുവലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഉറപ്പുവരുത്തുക. ദെൻ കമ്മിങ് ടു ദിസ്, നമ്മുടെ റിവ്യൂയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഡി ഷേപ്പ് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത്. നമ്മുടെ അതോടൊപ്പം തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. എന്തിനാണ് ഇലക്ട്രിക് വണ്ടിയിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇത് റീജിയൻ ഉള്ള വണ്ടിയാണ്. സോ റീജിയൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബ്രേക്കിംഗ്. സോ റീജിയൻ ലെവൽസ് 3 ലെവൽ ഓഫ് റീജിയൻ ആണുള്ളത്. സോ ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. ഈ ലെവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീജിയൻ യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ ഇവിയിൽ അത് സെലക്ടർ നോബിലും അതിന് മുമ്പ് ഫസ്റ്റ് വേരിയന്റിൽ അത് നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ചിലാണെങ്കിൽ ഇപ്പൊ അത് പാഡൽ ഷിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി പോകുമ്പോൾ ഫ്രണ്ടിൽ ഒരു എമർജൻസി അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ലോ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ പാഡൽ ഷിഫ്റ്റ് തന്നെ റീജിയൻ കൂട്ടി നമ്മുടെ ആ മോഷനെ ബാറ്ററി ചാർജ് ചെയ്യാൻ യൂസ് ചെയ്തിട്ട് വണ്ടീനെ സ്ലോ ഡൗൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലെഫ്റ്റിലെ പാഡിൽ നമുക്ക് റീജിയൻ പിന്നീട് നമുക്ക് കുറച്ചിട്ട് ഓടിക്കാം. സോ ദ തിങ് ഈസ് നമ്മൾ EV യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് പാഡിൽ യൂസ് ചെയ്യേണ്ടത് വളരെ കുറവാണ്. റീജിയൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ റീജിയനിലൂടെ തന്നെ നമുക്ക് വെഹിക്കിൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുമ്പോൾ കോമ്പിനേഷൻ സ്വിച്ചസ് ആണ്. കോമ്പിനേഷൻ സ്വിച്ചസിൽ റൈറ്റ് ഹാൻഡിൽ വരുന്നതിൽ നമുക്ക് ഹെഡ് ലാമ്പ് കൺട്രോൾസും ഇൻഡിക്കേറ്റേഴ്സും, ലെഫ്റ്റ് ലാമ്പിൽ നമുക്ക് വൈപ്പർ കൺട്രോൾസ് ഉള്ളത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും റെയിൻ സെൻസിങ് വൈപ്പേഴ്സും ഇതിന് കൂടെ നമ്മുടെ ടോപ്പ് വേരിയൻസിൽ വരുന്നുണ്ട്. സോ അതിട്ട് കഴിഞ്ഞാൽ ഇരുട്ടനുസരിച്ച് ഹെഡ് ലാമ്പും മഴ പെയ്യുന്നതനുസരിച്ച് വൈപ്പേഴ്സും തന്നെ ഓൺ ആവുന്നതായിരിക്കും. നമ്മൾ പിന്നെ അത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് നടുക്കായിട്ട് നമ്മുടെ AC വെൻസ് ഉണ്ട്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ചാണ് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അത് പലരും റൈറ്റിൽ വന്ന് ആദ്യം തപ്പും, പക്ഷെ ലെഫ്റ്റിലാണുള്ളത് ഈ വണ്ടിയിൽ. പിന്നെ വരുമ്പോൾ നമുക്ക് താഴെ വരുമ്പോൾ ഒരു ഫിജിറ്റൽ എന്നാണ് ടാറ്റ ഇതിനെ വിളിക്കുന്നത്. ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ. നമുക്കിതൊരു ടച്ച് ആണ്, അതേസമയം തന്നെ നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാവുന്ന രീതിയിൽ ഒരു 2-in-1 ഇന്റർഫേസ് ഉള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് നമ്മുടെ ചാർജർ ഡിസ്കണക്ട് ചെയ്യാനാണ്. സോ നമ്മുടെ വണ്ടി ഇപ്പോൾ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ പോയി, വേറൊരാൾ വന്നിട്ട് ഊരി കുത്തില്ലേ എന്നൊരു പേടി പലർക്കും ഉണ്ടാവാം. നമ്മൾ വണ്ടി വെച്ചിട്ട് പോയാൽ ഒരിക്കലും പറ്റില്ല. നമ്മുടെ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലോക്ക് ആവും. നമ്മുടെ വണ്ടിയുടെ അകത്ത് കയറി ഈ ലോക്ക് ഡിസെൻഗേജ് ചെയ്താൽ മാത്രമാണ് ചാർജർ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വീട്ടിൽ ചാർജ് ചെയ്യുന്നത് കാണിച്ചു തന്നായിരിക്കും. പിന്നെ ഇതാണ് ഫോഗ് ലാംപ്സിന്റെ സ്വിച്ച്. ഇത് ഹിൽ ഡിസെന്റ് കൺട്രോൾ, ഹസാർഡ് ലൈറ്റ്, ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് നമുക്ക് ഇവിടെ നിന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് വെഹിക്കിൾ ലോക്ക് ആൻഡ് അൺലോക്ക്. നമ്മൾ അകത്തിരിക്കുമ്പോൾ ഡോസ് അറിയാം, സ്പീഡ് ചെയ്യുമ്പോൾ ലോക്ക് ആവും. അത് അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ. പിന്നെ ഇത് 360 20 കിലോമീറ്റർ സ്പീഡിൽ താഴെ പോകുമ്പോൾ നമുക്ക് 360 യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്വിച്ച് വഴി നമുക്ക് 360 ഓണും ഓഫും ചെയ്യാം. പിന്നിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഫാൻ കൺട്രോൾ. ഇതൊരു ടോഗിൾ സ്വിച്ച് ആണ്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്ക്രീനിൽ നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്, അതിലും നമുക്ക് ഇത് ഇന്റർഫേസ് ചെയ്യാവുന്നതാണ്. ദെൻ സെയിം വിത്ത് ടെമ്പറേച്ചർ. ഇവിടെ ഒരു ഇന്റർഫേസ് ഉണ്ട്, ഒരു സ്വിച്ച് ടോഗിൾ സ്വിച്ച് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്ക്രീനിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു എക്സ്പ്രസ് കൂളിംഗ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാവും. സോ വണ്ടിയെ കയറി ഒരു 2 to 5 മിനിറ്റ്സ് കൊണ്ട് വണ്ടി പെട്ടെന്ന് നമുക്കൊന്ന് ചില്ലാവാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് കൂളിംഗ് യൂസ് ചെയ്യാം. ചിലപ്പോൾ നല്ല ഹോട്ടാണ് വണ്ടിയുടെ അകമെങ്കിൽ വിൻഡോസ് റോൾ ഡൗൺ ചെയ്ത് ഹോട്ട് എയറിനെ തള്ളി പുറത്ത് കളഞ്ഞ ശേഷം തന്നെ വണ്ടി വളരെ പെട്ടെന്ന് വണ്ടി കൂളാവും. ദിസ് ഇസ് വൺ ഓഫ് ദി എന്താ പറയുക, എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമായ ഒരു ഫംഗ്ഷനാണ്. കാരണം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഭയങ്കര ക്ഷീണിച്ച് തിരിച്ച് വരുമ്പോൾ ഈ ഒരു എക്സ്പ്രസ് കൂളിംഗ് കിട്ടാൻ വണ്ടി പെട്ടെന്ന് കൂളാവും. നെക്സ്റ്റ് ഈസ് റീസർക്കുലേഷൻ. അതിൻ്റെ തൊട്ടിപ്പുറമുള്ളത് റിയർ ഡിഫോഗർ ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫ്രണ്ട് ഡിഫോഗ്. പിന്നെ ഇവിടെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാം. AC ഓഫ്, AC ഓൺ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഓൺ. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 12 വോൾട്ടിനുള്ള ഒരു സോക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഇപ്പറയായിട്ട് ടൈപ്പ് A USB ഇതുണ്ട്, USB ചാർജിങ് പോർട്ട് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ 45 വാട്ടിൻ്റെ ടൈപ്പ് C ചാർജിങ് പോർട്ടും ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടാവാത്ത ഒരു അറേഞ്ച്മെന്റ് ആണിത്. കാരണം ഞാനിവിടെ USB കുത്തണമെങ്കിൽ എൻ്റെ ഈ 2 ഫിംഗേഴ്സിൽ കേബിൾ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് ഇറക്കാൻ. നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊന്ന് കൈ ഇറക്കി ഒരു USB കേബിൾ കുത്താനോ വേറെ ഒന്നിനുള്ള ഒരു ഇതല്ല. അവർക്ക് ഈവൻ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ഇത് കൊടുത്തിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. സോ ദിസ് ഇസ് വൺ ഓഫ് ദി ഡ്രോബാക്ക് വിച്ച് ഐ സോ ഇൻ ദിസ് വെഹിക്കിൾ. ഇതൊട്ടും യൂസർ ഫ്രണ്ട്ലി അല്ല ഈ ഒരു പാനൽ എന്ന് പറയുന്നത്. പിന്നെ വരുമ്പോൾ ഇതാണ് നമുക്കിവിടെ ഗിയർ നോബ്. നമ്മുടെ പ്രീമിയം വെഹിക്കിൾസ് BM ബെൻസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രീമിയം ഗിയർ നോബാണ് ടാറ്റ ഓട്ടം EV വേരിയൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിനകത്ത് ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട്. ആ ടോഗിൾ സ്വിച്ചിൽ ഇവിടെ മാത്രമാണ് ഷിഫ്റ്റിംഗ് പോസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ വെറുതെ വെച്ചത് ഷിഫ്റ്റ് ആവില്ല.
ദെൻ വരുമ്പോൾ നമുക്ക് 3 ഡ്രൈവ് മോഡാണുള്ളത്. പിന്നെ പാർക്ക് മോഡിന് ബാക്കി വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു സ്വിച്ച് ആണുള്ളത്. സോ നമ്മൾ ജസ്റ്റ് ആ സ്വിച്ച് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വണ്ടി പാർക്ക് മോഡിലാവുകയും നമ്മുടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ആൻഡ് ദിസ് ദെൻ കമ്മിങ് നമുക്ക് മോഡ് സെലക്ടേഴ്സ് വരുമ്പോൾ 3 മോഡ്സ് ആണുള്ളത്: ഇക്കോ, സിറ്റി ആൻഡ് സ്പോർട്ട്. ഇക്കോ മോഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ് പവറിന്റെ ടോട്ടൽ പവർ, അതായത് നമ്മുടെ 106 കിലോ വാട്ടിന്റെ 65% പവർ മാത്രമായിരിക്കും വണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. സിറ്റി മോഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം പവറും കിട്ടും, എന്നാൽ അത്യാവശ്യം കൺട്രോളും കിട്ടും. ആൻഡ് സ്പോർട്ട് മോഡ് ഇസ് റിയലി പവർഫുൾ. നമുക്ക് 0 to 100 8.9 സെക്കൻഡ്സിൽ ഈ ഒരു വെഹിക്കിൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ EV ആയിട്ട് പിടിക്കാൻ വരരുത്, അതാണ് പെട്രോൾ കാർ ഓണേഴ്സിനോട് നമുക്ക് പറയാനുള്ളത്. ബിക്കോസ് നമ്മൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 255 Nm ടോക്കും 142 bhp പവറുമാണ് ഈ ഒരു വെഹിക്കിളിനുള്ളത്. ആൻഡ് ദാറ്റ് പവർ ഡെലിവറി ഇസ് ഇൻസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ഒരുമാതിരി നമ്മൾ EV എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിൽ ഒരുപാട് പേര് നമ്മൾ കേട്ടു, EVക്ക് പവർ കുറവല്ലേ, EV വെച്ച് ഓവർടേക്ക് ചെയ്യാനൊക്കെ വലിയ പാടല്ലേ. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങളോട് അങ്ങനെ ഒരാളൊരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ ഇന്നൊരു EV ഓടിക്കാത്ത ഒരാളാണ്. കാരണം EV ഓടിച്ച് ഒരിക്കലും EV വെച്ച് ഓവർടേക്ക് ചെയ്ത ഒരാൾ പിന്നീട് ഒരിക്കലും അഭിപ്രായം പറയില്ല. സോ EVs ആർ മോർ പവർഫുൾ ദാൻ പെട്രോൾ വെഹിക്കിൾസ്. അത് ഇപ്പം ചിലപ്പോൾ ഇതിന് പേരിൽ എന്നെ ക്രൂശിക്കുമായിരിക്കും, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. സോ അത് നമ്മളൊരു EV യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ. അല്ലാതെ നമ്മൾ റിവ്യൂസ് കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴൊന്നും നമ്മൾ ആരും അത് അംഗീകരിച്ച് തരുമില്ല. എനിവേസ്, നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിനകത്തൊരു ഓട്ടോ ഹോൾഡ് ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഹോൾഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മാനുവൽ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ കയറ്റത്തിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ക്ലച്ചിൽ വണ്ടി ബാലൻസ് ആകും. അതായത് ക്ലച്ച് ഒരു പോയിന്റ് റിലീസ് ചെയ്ത് ക്ലച്ച് വണ്ടീനെ ഹോൾഡ് ചെയ്ത് നിർത്തും. ബ്രേക്സ് നമ്മൾ റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് വരെ ക്ലച്ചിൽ വണ്ടി ഹോൾഡ് ചെയ്ത് നിർത്തും. സെയിം ഫംഗ്ഷൻ ആണ് ഇവിടെ ഓട്ടോ ഹോൾഡും ചെയ്യുന്നത്. ഓട്ടോ ഹോൾഡ് ബാറ്ററിയിൽ നിന്ന് ഇനഫ് പവർ എടുത്തിട്ട് മോട്ടറിനെ കൊടുത്തിട്ട് മോട്ടർ വീൽസിനെ ഹോൾഡ് ചെയ്ത് നിൽക്കും. ആ ഒരു ഫംഗ്ഷൻ ആണ് ഓട്ടോ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓട്ടോ ഹോൾഡ് നമ്മൾ കേരളത്തിലൊക്കെ വെച്ച് ഓട്ടോ ഹോൾഡ് നമുക്ക് മനസ്സിലാൻ പറ്റും. ഇവിടെ ഒരു എനർജി മീറ്റർ ഉണ്ട്, എക്കോയിലാണ് പവറിലാണ് ഉള്ളത്. അത് ബാറ്ററിയിൽ നിന്ന് പവർ ഡ്രോ ചെയ്യുന്നത്. ഈവൻ ദോ ദ വെഹിക്കിൾ ഈസ് നോട്ട് മൂവിങ്, വെഹിക്കിളിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പവർ ഡ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു വയർലെസ് മൊബൈൽ ചാർജർ ഉണ്ട്. വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചാർജേഴ്സിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റിന്റെ അടിയിലായിട്ട് നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. അത്യാവശ്യം ഡീസെന്റ് ആയ ഒരു സ്റ്റോറേജിനെ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇതിൽ ഞാൻ കണ്ട 1-2 ഡ്രോബാക്സും കൂടി ഇതോടൊപ്പം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഫോൺ വെക്കാൻ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. സോ വെദർ യു നീഡ് ടു ചാർജ് ഓർ നോട്ട്, നമുക്കിത് ഇവിടെ മാത്രമേ ഫോൺ വെക്കാൻ പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് ഫോൺ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഫോൺ ഇപ്പം എന്താ പറയുക, സെക്കൻഡ് ഫോൺ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെക്കേണ്ടി വരും. ഇവിടെ ഫോൺ വെക്കാൻ പറ്റില്ല. ഇവിടെ ഫോൺ വെക്കുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് അല്ല. ഫോൺ ഇപ്പോൾ ഞാനെന്ന വ്യക്തി പോക്കറ്റ്സ് എംറ്റി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ വണ്ടി കയറുമ്പോൾ തന്നെ എൻ്റെ 2 ഫോണും വാലറ്റും കൂടെ എടുത്തിട്ട് ഞാൻ ഈ ഒരു സെൻട്രൽ കൺസോളിലെ സ്പേസിലാണ് ബാക്കി വണ്ടികളിൽ വെക്കാറ്. പക്ഷേ ഈ ഒരു വണ്ടി വന്നപ്പോൾ ഞാൻ ഹെൽപ്ലെസ് ആണ്. ഞാൻ ഡോർ പാഡിലോ മറ്റെവിടെയിലേക്ക് വെക്കേണ്ടി വരും. സെക്കൻഡ് തിങ്, സീലിൽ നടുക്ക് ഡ്രിങ്ക് ഹോൾഡർ ഇല്ല. സോ നിങ്ങളൊരു ട്രിപ്പ് പോകുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരാൾ ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥയാണ്. നമുക്ക് ഡോർസിൽ അത്യാവശ്യം വലിയ ഡ്രിങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. നമുക്കൊരു 1 ലിറ്ററിന്റെ ഒക്കെ കുപ്പി സുഖമായിട്ട് ഇവിടെ ഇരിക്കും. പക്ഷെ അത് ഡോറിലാണ്, സെൻട്രലല്ല. സെൻട്രൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു യൂസർ ഫ്രണ്ട്ലിനെസ് അല്ലായ്മ നമ്മൾ പറഞ്ഞു. ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ല ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതൊരു മേജർ ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചല്ല, ബട്ട് ആസ് എ യൂസർ എനിക്ക് യൂസിൽ കിട്ടിയ എനിക്ക് വന്നൊരു ഫീലിംഗ് ആണ്, എൻ്റെ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ നമുക്ക് വരുമ്പോൾ നമുക്കിവിടെ അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ഉണ്ട്. വലിയൊരു ഗ്ലൗ ബോക്സ് ഉണ്ട്. ഈ ഗ്ലൗ ബോക്സിന്റെ അകത്തും നമ്മുടെ നെക്സോൺ കടുവേനെ അവർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു എന്താ പറയുക, ഒരു എച്ചിങ് അവിടെ ഉണ്ട്. അത്യാവശ്യം അകത്തേക്ക് കയറി നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ മേളിലും ചെറിയൊരു ട്രേ ഉണ്ട്. കൂൾഡ് ആൻഡ് ഇലുമിനേറ്റഡ് ഗ്ലൗ ബോക്സ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട് ഇതിന്റെ അകത്ത്. ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വരുന്നത്. ഡിക്കിയിൽ കണ്ടത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് വെച്ചിരിക്കുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആണ്. പിന്നെ ഒരു പെൻ ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത 2 കപ്സ് വെക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ, അങ്ങനെ കുറച്ച് യൂട്ടിലിറ്റീസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇലക്ട്രിക്കലി ഡിമ്മബിൾ സെൻട്രൽ മിററാണ്, റിയർ വ്യൂ മിററാണ് സെൻട്രൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേളിലായിട്ട് നമുക്കൊരു 3 മോഡുള്ള ഒരു ഇൻറ്റീരിയർ ലൈറ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ഇൻറ്റീരിയർ ലൈറ്റേ വണ്ടിയിലുള്ളൂ. സോ ഇത്തിരി രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് ഈ വെട്ടം എത്തില്ല. അതൊരു മേജർ ഡ്രോബാക്ക് ആണ്. അത് ഡ്രോബാക്ക് ആയിട്ട് പറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ സീറ്റ്സിനും സെൻസേഴ്സ് ഉണ്ട്. സോ വെൻ യു ആർ സിറ്റിംഗ്, നമ്മളൊരു സീറ്റ് ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റിൽ ഇരിക്കുന്ന ആള് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാൽ
വണ്ടി ബഹളം ഉണ്ടാക്കും. ഇറ്റ്സ് എ വെരി ഗുഡ് ഫീച്ചർ. കാരണം 6 എയർ ബാഗ്സ് ആണ് ടാറ്റ ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. 2 ഫ്രണ്ടിലെ ഡാഷ്ബോർഡിലും സ്റ്റിയറിംഗിലും എയർ ബാഗുകളും, പിന്നീട് 2 കർട്ടൺ എയർ ബാഗുകൾ വീതം സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് പാസഞ്ചർ സേഫ്റ്റി കൂടെ കൺസിഡർ ചെയ്തിട്ട് എല്ലാ സീറ്റിലും സെൻസേഴ്സ് ഉണ്ട്. ആൻഡ് ആ വെയിറ്റ് സെൻസേഴ്സ് വെയിറ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെൻട്രൽ കൺസോളിൽ കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ 2 പേരാണ് സെൻട്രലിൽ ഇരിക്കുന്നത്. ആ സീറ്റിംഗ് പൊസിഷനിൽ 2 എണ്ണം റെഡ് കാണിക്കുന്ന ആ സീറ്റ്സ് എൻഗേജ്ഡ് ആണെന്നാണ്. ആ 2 പേരും സീറ്റ് ബെൽറ്റ് ഇടാത്ത കൊണ്ടാണ് ആ റെഡ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ JD അവിടെ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. ആൻഡ് വൺസ് ആൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് വൈറ്റ് ആയി. സോ ഐദർ ദാറ്റ് സീറ്റ് ഈസ് ഡിസെൻഗേജ്, അല്ലെങ്കിൽ ആ സീറ്റിലിരിക്കുന്ന ആൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അതാണ് ഇവിടെ റെഡ് കാണിക്കുന്നത്. ആൻഡ് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി ബഹളം ഉണ്ടാക്കും. സോ ദ ഇഷ്യൂ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ എൻ്റെ ബാക്കിൽ ഒരു പാസഞ്ചർ കയറി, രാത്രിയാണ് കയറിയത്. ആള് ആദ്യമായിട്ട് വണ്ടി കയറിയതാണ്. അപ്പൊ ആള് സീറ്റ് ബെൽറ്റ് ഇട്ടു, സംഹൗ സീറ്റ് ബെൽറ്റ് ഇട്ടു, പക്ഷെ ഇറങ്ങാൻ നേരത്ത് സീറ്റ് ബെൽറ്റ് ഊരാൻ ആൾക്കറിയില്ല. അപ്പൊ ഞാൻ എൻ്റെ ഫോണിന്റെ ഫ്ലാഷ് അടിച്ച് കൊടുക്കേണ്ട വന്നു ആൾക്ക് സീറ്റ് ബെൽറ്റിന്റെ ലൊക്കേഷൻ, ആ കറക്റ്റ് എജക്ടർ ഏതാണ് കണ്ടുപിടിക്കാൻ. 21.5 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചിട്ട് വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വെരി വെരി എന്താ പറയുക, വളരെ ശോചനീയമായ അവസ്ഥയാണ്. മറ്റൊരു ശോചനീയമായ കാര്യമാണ് ഇതിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് അല്ല ശോചനീയം. ഈ ഒരു സ്റ്റിയറിംഗ്, അതായത് 21 ലക്ഷം രൂപയുടെ ഈ ഒരു വണ്ടിയിലുള്ളത് നമുക്ക് ടിൽറ്റ് മാത്രമേ ഉള്ളൂ സ്റ്റിയറിംഗ്, ടെലിസ്കോപ്പിക് ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട SML റിവ്യൂവിൽ 20 ലക്ഷം രൂപ ഇല്ല ആ ലോറിക്ക്. ആ ലോറിയിൽ വരെ അവർ ടെലിസ്കോപ്പിക് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ വൈ ടാറ്റ ഇത്തരം ചെറിയ കാര്യങ്ങൾ എന്തുകൊണ്ട് ലാഭം നോക്കുന്നു എന്നത്. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് സംതിങ് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഇതിന് ടെലിസ്കോപ്പിക് ഇല്ല എന്നുള്ളത്. പിന്നെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ മേളിലായിട്ട് എവിടെയാണ് സൺറൂഫിന്റെ സ്വിച്ച് വരുന്നത്. വോയിസ് എനേബിൾ സൺറൂഫ് ആണ്. നമുക്ക് എന്തായാലും ടാറ്റയോട് പറഞ്ഞു നോക്കാം. ഹായ് ടാറ്റ, ക്ലോസ് സൺറൂഫ്. കമാൻഡ് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്. വോയിസ് എനേബിൾ വെച്ച് നമ്മുടെ സൺറൂഫ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് മാത്രമേ ക്ലോസ് ആവുള്ളൂ. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ അടയ്ക്കണം. പിന്നെ ഇവിടെ നമുക്ക് ഒരു പാസഞ്ചർ എയർ ബാഗിന്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ കുട്ടികൾ ഇരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എയർ ബാഗ് ഓഫ് ആക്കി ഇടാവുന്നതാണ്. 2 മോഡുണ്ട്. അതിനുള്ള സ്വിച്ച് അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ സീറ്റ്സിലേക്ക് വരുമ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. സൈഡിലായിട്ടാണ് വെന്റിലേഷന്റെ സ്വിച്ച് വരുന്നത്. സോ അത് അത്യാവശ്യം നല്ല കൂളിംഗ് നമുക്ക് തരുന്നുണ്ട് സീറ്റ്സ്. സോ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് വെന്റിലേഷൻ. പിന്നെ വരുമ്പോൾ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ പ്രീമിയം ഇന്റീരിയർ തന്നെയാണ്. ഒരു പ്രീമിയം ഫിനിഷ് ഉണ്ട്. ഡ്യുവൽ ടോൺ ഇന്റീരിയർ ആണ്. ലെതറൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻസേർട്ട്, ഈ ഒരു വൈറ്റ് ഇൻസേർട്ട് കൊടുത്തതിന് നല്ല പ്രീമിയം ഫീൽ ഉണ്ട്. ദെൻ കമ്മിങ് ടു എയർ ബാഗ്സ്, ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൽ ഒരു എയർ ബാഗ് ഉണ്ട്. പിന്നീട് 3 കാർട്ടൺ എയർ ബാഗ്സ്. 3 കാർട്ടൺ എയർ ബാഗ്സ് കൂടെ 2 എണ്ണം എന്നായിട്ടാണ് ടാറ്റ പറയുന്നത്. അത് ടാറ്റ പറയുന്നത് മൊത്തം 6 എയർ ബാഗ്സ് ആണ്. പക്ഷേ എയർ ബാഗ് എന്ന് 8 സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി വീഡിയോയിൽ കമന്റ് ചെയ്ത് തരിക. നമുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി ഉള്ള ഇതേ സെയിം ഡൗട്ട് ഉള്ളവർക്ക് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വണ്ടിയുടെ ബാക്ക് സീറ്റിലേക്ക് പോകാൻ. സോ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് റൂം ഉണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റ് മുഴുവൻ ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്നത്. ഐ ആം 6 feet 2. സ്റ്റിൽ എൻ്റെ കാലുകൾ ടച്ച് ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ ടച്ച് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഹാൻഡിലുണ്ട്. നമ്മുടെ ഹാരിയറിലൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു റിയർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് 2 സൈഡിലും കൊടുക്കാറുണ്ട്. അത് നെക്സോണിലും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നത് നല്ലതായിരുന്നു, അറ്റ്ലീസ്റ്റ് ഓൺ ടോപ്പ് വേരിയൻസ്. പിന്നെ വരുമ്പോൾ തൈ സപ്പോർട്ടിന്റെ, നമ്മുടെ ലോവർ തൈ സപ്പോർട്ടിന്റെ കാര്യത്തിലാണ് നെക്സോൺ EV ഒരു ഫെയിലിയർ ആയിട്ടുള്ളത്. അത് ഫെയിലിയർ എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾക്കറിയാം നമ്മുടെ ബാറ്ററി, നമ്മുടെ ഫ്ലോർ മൗണ്ടഡ് ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഫ്ലോർ ഹൈറ്റ് നോർമൽ നെക്സോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. സോ അത് അറ്റ്ലീസ്റ്റ് ഇതൊരു തൈ സപ്പോർട്ട് നമ്മുടെ സീറ്റ് കുഷനിങ്ങിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ഈ വെഹിക്കിളിലിരുന്ന് ബാക്കിലിരുന്നിട്ട് ഏകദേശം ഒരു 200+ കിലോമീറ്റർ ട്രാവൽ ചെയ്താണ്. സോ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ് വെഹിക്കിളിൽ. ഈ ഒരു റിയറിലെ തൈ സപ്പോർട്ട് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. പിന്നെ വരുമ്പോൾ നമുക്കിവിടെ റിയർ AC വെൻസ് ഉണ്ട് നടുക്ക്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു 45 kW Type-C ചാർജറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുമ്പോൾ 4 ഡോർസിലും JBLന്റെ സൗണ്ട് സിസ്റ്റം, ഓരോ ഡോറിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്പീക്കറും ഒരു ട്വീറ്ററും ആണ് വരുന്നത്. ടോട്ടൽ 4 സ്പീക്കറും 4 ട്വീറ്ററും ആൻഡ് ബാക്കിൽ ഒരു സബ് വൂഫർ. അങ്ങനെയാണ് സൗണ്ട് സിസ്റ്റം വരുന്നത്. ഹെഡ് റൂം അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഹെഡ് റൂം ഉണ്ട്. ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം, യു ക്യാൻ സീ ദ ക്ലിയറൻസ്, യു ക്യാൻ സീ ദ ലെഗ് റൂം. സോ എനിക്ക് 6 feet 2 ഉണ്ട്. സോ
ഇഫ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ആവറേജ് ഹൈറ്റ് നിങ്ങൾക്ക് അറിയാം. സോ യു ക്യാൻ ഡിസൈഡ് വെദർ ദിസ് വെഹിക്കിൾ ഫിറ്റ്സ് ഫോർ യുവർ ഫാമിലി ഓർ നോട്ട്. പിന്നെ വേറൊരു കാര്യം, ടോപ്പ് വേരിയന്റിൽ 60-40 ആയിട്ടാണ് സീറ്റ്സ് വരുന്നത്. ആൻഡ് ബാക്കി സീറ്റ്സ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ട്. ഇത് അത്യാവശ്യം എന്താ പറയാ, അത്യാവശ്യം വെറൈറ്റി ആയിട്ടാണ് നമ്മൾ മടക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു നമ്മുടെ ലോവർ പോർഷൻ നമ്മൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹെഡ് റെസ്റ്റ് നമ്മൾ ഫുൾ താത്തുക. എന്നിട്ട് ഈ ഒരു ലോക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അപ്പർ പോർഷൻ ഈ ഒരു ലോവർ പോർഷൻ്റെ അകത്ത് ഫോൾഡ് ആവും. ഇതെന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല, സീരിയസ്ലി എനിക്കറിയില്ല. നോർമലി ഞാൻ കണ്ടിട്ടുള്ള വെഹിക്കിൾസിൽ എല്ലാത്തിലും തന്നെ സിംഗിൾ ഫോൾഡ് ആണ്. ഫസ്റ്റ് ഇത് ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുക, പിന്നെ ഇത് ഒന്നിച്ച് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മേ ബി പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് കൊണ്ടായിരിക്കും അവർ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മിസ് ഔട്ട് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഇവിടെ ഒരു സെൻട്രൽ ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റിൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. നമ്മുടെ ഡോർസിലും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. മാഗസിൻ ഹോൾഡർ, അത്യാവശ്യം വലിയതായിട്ടുള്ള ബോട്ടിൽ ഹോൾഡേഴ്സും അതിൻ്റെ സൈഡിലായിട്ട് മാഗസിൻ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വെച്ച് കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ശരിയാണ് ഇരിക്കുള്ളൂ, നേരെ ഇരിക്കില്ല, ചാടി പോകുന്നില്ല. ഫ്രണ്ട് ഡോറിലും തന്നെ അത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ എന്ത് വെക്കാനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാഗസിൻസും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് മടക്കുമ്പോൾ എല്ലാ വണ്ടിയിലും പോലെ ആദ്യം സീറ്റ് ബെൽറ്റ് മുമ്പിലാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ കയറി ഇരുന്ന് അലാറം അടിക്കുമ്പോഴായിരിക്കും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇല്ലാന്ന് കാണുന്നത്. സോ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെറിയ കാര്യങ്ങളാണ്, ബട്ട് സ്റ്റിൽ ഒന്ന് കെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വണ്ടി പുറത്തിറങ്ങി കയറിയപ്പോൾ AK കാണിക്കുന്നത് 327 ഒക്കെയാണ്. അതൊന്നും അത്രയും പുവർ ക്വാളിറ്റിയാണോ നമുക്ക് ചുറ്റുമുള്ള എയറിലുള്ളതെന്ന്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇമ്പ്രൂവ് ആയിട്ട് ഒരു 30-40 വരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിലൊരു ഫീച്ചർ പറയാനുള്ളത്, ഇതിൽ ഷെയർ മൈ ലൊക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ കറണ്ട് ലൊക്കേഷനും ലൈവ് ലൊക്കേഷനും ഷെയർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു നമ്പർ ഡയൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ലൈവ് ലൊക്കേഷൻ നമ്മളിപ്പോൾ 15 മിനിറ്റ്സ് ഷെയർ ആണ് കൊടുക്കുന്നത്. ലൊക്കേഷൻ സെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോൺ എടുത്ത് നോക്കാം. നമുക്ക് ടാറ്റയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്, വെഹിക്കിൾ നമ്പറൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ ലൈവ് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. വാട്സാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ ലൈവ് ലൊക്കേഷൻ അയക്കാൻ പറ്റും. നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വാട്സാപ്പ് ഫോൺ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വണ്ടിയുടെ തന്നെ കറണ്ട് ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. ടാറ്റയുടെ മൊത്തത്തിൽ ഇത് വെച്ചിട്ട് ഷെയർ ലൈവ് ലൊക്കേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് നമ്മുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് തന്നെയായിരിക്കും. പിന്നെ കമ്മിങ് ടു നമുക്ക് പിന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ EV എടുക്കുന്ന എല്ലാവരുടെയും പ്രൈം കൺസേൺ എന്ന റേഞ്ചാണ്. ഓക്കെ, എല്ലാവരുടെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 40.5 kWh. MRന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 30.5 kWh ആണ്. സോ നമ്മൾ അപ്പോൾ അതിന് റേഞ്ച് പറയുന്നത് എല്ലാവരുടെ 465 കിലോമീറ്ററും MRന് 325 കിലോമീറ്റേഴ്സും ആണ്. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ ഞാൻ വണ്ടി എടുത്തിട്ട് വണ്ടിയും കൊണ്ട് എന്താ പറയുക, ഇപ്പോൾ നമ്മളൊന്ന് വർക്കല പോയി, ദെൻ നെക്സ്റ്റ് ഡേ നമ്മളൊന്ന് പാലക്കാട് പോയി, പിന്നെ നമ്മളൊന്ന് വാഗമൺ പോയി. സോ നമ്മൾ പലതരം ടെറൈൻസിലുള്ള വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹൈവേസ് ആണ്, ഒന്ന് ഹില്ലി ആണ്, ഒന്ന് നോർമൽ സിറ്റി ട്രാഫിക് ആണ്. സോ എനിക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 3 to 310 റേഞ്ച് നമുക്ക് കാണിച്ചു. ചാർജിങ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ടാറ്റ പറയുന്നത് നമുക്ക് 3-4 ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് 13 ആംപിയർ സ്ലോ ചാർജർ, നമുക്ക് 16 ആംപിയർ പവർ പ്ലഗിൽ കുത്തി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധാ ചാർജർ. അത് നമുക്ക് എവിടെയും കൊണ്ട് ഏത് പവർ പ്ലഗിലും കുത്തി ചാർജ് ചെയ്യാം. അതിൽ ഏകദേശം നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആവാൻ ഏകദേശം 15 hours ആണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് 3.3 കിലോവാട്ട് ചാർജർ. അത് MR വേരിയൻസിനാണ് അവർ കൊടുക്കുന്നത്. നമുക്ക് വരുന്നത് എല്ലാ യൂസേഴ്സിന് വരുന്നത് ലോങ് റേഞ്ചിന്റെ കൂടെ ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് 7.2 കിലോവാട്ട് ചാർജേഴ്സ് ആണ്. AC സ്ലോ ചാർജേഴ്സ് ആണത്. പണ്ട് നെക്സോൺ മാക്സിന്റെ കൂടെ ഒരു ആഡ് ഓൺ ഓപ്ഷൻ ആയിട്ടാണ് ചാർജസ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ യൂസേഴ്സിനും സ്റ്റാൻഡേർഡ് ആയിട്ട് ടാറ്റ കൊടുക്കുന്നത് 7.2 കിലോവാട്ടിന്റെ ചാർജർ ബോക്സ് ആണ്. ആ ചാർജർ ബോക്സിൽ നിന്നും 10% to 100% ചാർജ് ആവാൻ ടാറ്റ പറയുന്ന ടൈം എന്ന് പറയുന്നത് 6 hours ആണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 50 കിലോവാട്ടിന്റെ DC ഫാസ്റ്റ് ചാർജർ ആണ്. 50 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജേഴ്സ് ഞാൻ 2 വട്ടം യൂസ് ചെയ്തു. ഞാൻ ട്രിവാൻഡ്രം പോയപ്പോൾ കൊട്ടിയത്ത് വെച്ചിട്ടും പാലക്കാട് പോയപ്പോൾ വടക്കഞ്ചേരി വെച്ചിട്ടും KCB ചാർജിങ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ചാർജ് ചെയ്തത്. അപ്പോൾ എനിക്ക് വന്ന ടൈം എന്ന് പറഞ്ഞാൽ കൊട്ടിയത്ത് വെച്ചിട്ട് 27% to 97%, ഏകദേശം 1 hour 3 minutes എനിക്ക് ചാർജ് ആയി. ടാറ്റ പറയുന്ന ടൈം എന്ന് പറയുന്നത് 10 to 80% in 56 minutes ആണ് 50 കിലോവാട്ട് ചാർജർ. ഓക്കെ, 50 കിലോവാട്ട് ചാർജറിൽ 10% to 80%, നമുക്ക് ആ 80% വെച്ചിട്ട് ഏകദേശം ഒരു 300 കിലോമീറ്റേഴ്സ് തന്നെ റേഞ്ച് കാണിക്കും. സോ നെക്സോൺ EV അല്ലെങ്കിൽ EV യൂസ് ചെയ്യുമ്പോൾ നമുക്ക്
കാർ യൂസേഴ്സിന് അറിയാം നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ മാറുന്നതനുസരിച്ച് വണ്ടിയുടെ റേഞ്ച് മാറുന്നതും വണ്ടിയുടെ ആവറേജ് മൈലേജ് മാറുന്നത് എങ്ങനെയാണ് സെയിം തന്നെയാണ് ഇവിയുടെ കേസിൽ. നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ, നമ്മുടെ പ്രീവിയസ് ഡ്രൈവിംഗ് പാറ്റേൺ എന്താണോ അത് വെച്ചിട്ടാണ് ഈ ഒരു ചാർജിലെ റേഞ്ച് കാണിക്കുന്നത്. സോ നമ്മളൊരു ആവറേജ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട ദൂരം സപ്പോസ് 100 കിലോമീറ്റർ ആണെങ്കിൽ ചെക്ക് വെദർ യു ഹാവ് 1.5 ടൈംസ് റേഞ്ച്. അതായത് 150 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെങ്കിൽ യു ക്യാൻ 100 കിലോമീറ്റർ വണ്ടി എന്തായാലും എത്തും. ദാറ്റ് ഈസ് ദ വേ നമുക്ക് ഏറ്റവും ഈസിലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ട്രാഫിക് കണ്ടീഷൻസ് വേരി ചെയ്യുന്ന അനുസരിച്ച് അത് മാറാം. ആൻഡ് വെൻ യു ആർ ഗോയിങ് ഫോർ എ ഹില്ലി വേ, ഇപ്പൊ നമ്മളൊന്ന് വാഗമൺ അല്ലെങ്കിൽ മൂന്നാർ പോവാണെങ്കിൽ, ഇടുക്കി പോവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു 400 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെങ്കിൽ സുഖമായിട്ട് 200 കിലോമീറ്റർ ട്രാവൽ ആവും. ഞാൻ വാഗമൺ പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കയറ്റം കയറുന്നതനുസരിച്ച് ഒരു 2 ടൈംസോളം റേഞ്ച് കുറയും. പക്ഷേ ഇറങ്ങുമ്പോൾ നമുക്ക് റീജൻ യൂസ് ചെയ്യാം. പക്ഷേ റീജൻ 100% യൂസ് ആവില്ല. ബിക്കോസ് വി നീഡ് ടു മൂവ് ദ വെഹിക്കിൾ ഫസ്റ്റ് ഓഫ് ഓൾ. ബാക്കി വെച്ചാണ് റീജൻ ആവുന്നത്. എങ്കിലും എനിക്ക് വാഗമണിൽ നിന്ന് താഴെ നമ്മുടെ ഈരാറ്റുപേട്ട ടൗൺ എത്തിയപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 5 to 6% ചാർജ് റീജൻ വെച്ച് തിരിച്ച് കയറിയിട്ടുണ്ട്. സോ നമുക്ക് റേഞ്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഒരു 300+ കിലോമീറ്റേഴ്സ്, 300 to 320 അഷ്വർഡ് റേഞ്ച് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇതിന്റെ ഒരു റേഞ്ച് ടെസ്റ്റിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതും കമന്റ് ചെയ്യുക. നമ്മൾ അത് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു 1500 കിലോമീറ്ററിലാണ് ഈ വെഹിക്കിളിന് ഫസ്റ്റ് സർവീസ് വരുന്നത്. ഞാൻ വണ്ടി എടുത്തത് ലെക്സോൺ ടാറ്റ ഇരുമ്പനം ഷോറൂമിൽ നിന്നാണ്. സോ പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ ഇതുവരെയുള്ള സർവീസിൽ. ഡെലിവറി ടൈമിലാണെങ്കിലും ഫസ്റ്റ് സർവീസിനാണെങ്കിലും. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആപ്പ് ഗ്ലിച്ച് ചെയ്ത് ആ കഥയും കൂടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയാം. സോ നമുക്ക് ഒരു ആപ്പ് ഉണ്ട് ഇസെറ്റ് കണക്ട് എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഇസെറ്റ് കണക്ട് വെഹിക്കിളായിട്ട് കണക്ട് ആവുന്നുണ്ട്. പക്ഷേ എൻ്റെ വെഹിക്കിൾ വന്നപ്പോൾ തൊട്ട് വെഹിക്കിളിന് കണക്ടിവിറ്റി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ആപ്പ് സെർവറും വെഹിക്കിൾ സെർവറുമായിട്ട് മാച്ച് ആവുന്നില്ല. സോ എനിക്ക് വയർലെസ്ലി നമ്മുടെ പണ്ട് ജഗതി പറഞ്ഞ പോലെ മുതലാളി വരുന്നതിന് മുമ്പേ വണ്ടി തണുപ്പിച്ചിടാൻ വേണ്ടി നമുക്ക് AC ഓൺ ആക്കിയിടാം. അങ്ങനെ ഒരു ഫീച്ചർ റിസെറ്റ് കണക്റ്റിലുണ്ട്. സോ ഞാൻ ആ ഓപ്ഷൻ ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ വണ്ടി ജസ്റ്റ് റിസെറ്റ് കണക്ട് വഴി ഇത് ഓൺ ആക്കിയിട്ടു. അപ്പൊ 5 മിനിറ്റ് എന്തോ ആണ് കൂളിംഗ് ടൈം കിടന്നത്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, ഓൺ ആക്കിയിട്ടു. ആക്ച്വലി ഞാൻ ഓൺ ആക്കിയിട്ട് ഞാൻ അത് മറന്നുപോയി. അപ്പൊ 5 മിനിറ്റ് കഴിയുമ്പോൾ കട്ട് ഓഫ് ആക്കും എന്നൊരു വിചാരത്തിലാണ് ഞാൻ ഇരുന്നത്. ഞാനപ്പോൾ വണ്ടി കൊണ്ടുപോയിട്ടു. ഞാനപ്പോൾ പോയി, വണ്ടി കൂളായി. ഞാൻ പിന്നെ വന്ന് വണ്ടി ഡ്രൈവ് ചെയ്തു, വണ്ടി നിർത്തി, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, വണ്ടി ലോക്ക് ചെയ്ത് നമ്മൾ ക്യാഷ്വലി പോയി. പിന്നീട് ഒരു 2 hours കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ പറയുന്ന പോലെ വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല. കീ വെച്ച് അൺലോക്ക് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി റെസ്പോണ്ട് ആവുന്നില്ല. മാനുവലി കീ വെച്ച് തുറന്ന് വണ്ടി കയറിയപ്പോഴും വണ്ടി ടോട്ടലി ഡെഡ്. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പിന്നെ ആപ്പിന്റെ പ്രശ്നം, ഞാൻ ആ സെയിം ആപ്പ് ത്രൂ ഞാൻ വണ്ടി ലോക്കും ചെയ്തായിരുന്നു. അപ്പൊ ലോക്ക് ചെയ്ത് ഇനി ആപ്പ് മാൽ ഫങ്ഷൻ ആയതാണോ ലോക്കിന്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു. എനിക്കൊരു ഹാഫ് ആൻ അവേഴ്സിനുള്ളിൽ തന്നെ ലെക്സോണിന്റെ ടീം വീട്ടിൽ വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു, സാർ ഇന്ന പോലെ വണ്ടി ബാറ്ററി ഡൗൺ ആയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഞാൻ AC ഫംഗ്ഷൻ ഓൺ ആക്കിയായിരുന്നു. അപ്പൊ അതിനുശേഷം അത് ഓഫ് ചെയ്യാൻ നോക്കിയപ്പോൾ അൺഎബിൾ ടു കണക്ട് വിത്ത് സെർവർ എന്നൊരു എററാണ് എനിക്ക് കാണിച്ചത്. സോ ഇന്ന പോലെ അപ്പോൾ അവരോട് ബാറ്ററി ഡ്രെയിൻ ആയതാണ്, ജമ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടി ജമ്പ് ചെയ്തു. ആൻഡ് ദെൻ പിന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു ടെക്നിക്കൽ എറർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പിന്നെ അതിൽ അങ്ങനെ എനിക്ക് വന്ന 1-2 എറേഴ്സ് ആണ്. ഓട്ടത്തിനിടയിൽ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഓഫായി പോകും. അപ്പൊ അങ്ങനെ 1-2 സോഫ്റ്റ്വെയർ എറേഴ്സ്, സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഇപ്പോഴും പുതിയ നെക്സോണിലുണ്ട്. അപ്പോൾ സർവീസ് ടീമിൽ ചോദിച്ചപ്പോൾ അവരത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദേ ആർ ഹാവിങ് സം ട്രയൽ ആൻഡ് എറേഴ്സ്. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നാണ് എന്നെ ഇന്നലെ ഷോറൂമിൽ നിന്ന് വിളിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് വീഡിയോ എടുത്തിട്ട് നാളെ വേണം നമുക്ക് പോയി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മേ ബി അതിലെല്ലാം സോൾവ് ആവാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. സോ ദർ ആർ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ്. പക്ഷേ അത് വെച്ച് ഇതൊരു മോശം വണ്ടി ആവുന്നില്ല. ബിക്കോസ് ഹാർഡ്വെയർ സൈഡ് പക്കയാണ്. ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. സോഫ്റ്റ്വെയർ എറർ ഉണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ആ ഗ്ലിച്ച് സോൾവ് ആവുന്നതാണ്. സോ അതാണ് എനിക്ക് വന്ന ഒരു മോശം ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയ സർവീസും ഇതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വിത്ത് ദ ലെക്സോൺ ടീം. ഐ ഹോപ്പ്ഫുള്ളി ബിലീവ് കാര്യങ്ങൾ ഭംഗിയെ തന്നെ മുന്നോട്ട് പോകും. സോ എന്തായാലും നമുക്ക് ഇനി വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാം. നമുക്ക് കുറച്ചൊരു ഓഫ് റോഡ് ടെറൈൻ പ്ലസ് ഒരു ഓൺ റോഡ് ടെറൈൻ കൂടിയാണ്. നമുക്ക് 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് വണ്ടി പെർഫോം ചെയ്യുന്നത്, എത്രത്തോളം ധൈര്യത്തോടു കൂടി നമുക്ക് വണ്ടി കൊണ്ടുപോകാന്നുള്ളതും കൂടെ നമുക്കിപ്പോൾ കാണാം. ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്.
വണ്ടിക്ക് വരാം. ഈ വണ്ടിക്ക് എക്സ്ഷോറൂം പ്രൈസ് പറയുന്നത് 19,94,000 രൂപയാണ്. സോ റോഡ് ടാക്സും രജിസ്ട്രേഷനും ഇൻഷുറൻസും എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നത് ഏകദേശം 21,40,000 രൂപയുടെ അടുത്താണ്. ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് ചെയ്യുന്നതാണ്. സോ ഇഫ് യു നീഡ് എ സ്പ്ലിറ്റപ്പ് സോ പ്ലീസ് ഡു കമൻറ്റ്. അപ്പോൾ ഇതിൽ വേറൊരു ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് EVs വാല്യൂ ഫോർ മണി ആണോ, എക്സ്ട്രാ പ്രീമിയം പ്രൈസ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. സോ അതിൽ 2 ഫാക്ടേഴ്സാണ്. ഒന്ന്, നോർമൽ പെട്രോൾ വെഹിക്കിൾസിനെ അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിൾസിനെ വെച്ച് നോക്കുമ്പോൾ EVസിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് പെർ കിലോമീറ്റർ റണ്ണിങ് കോസ്റ്റ് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആണ്. സോ ആസ് പെർ കാൽക്കുലേഷൻസ് നമുക്ക് ഒരു മന്ത്ലി ഒരു 1,500 to 2,000 കിലോമീറ്റേഴ്സ് ഓട്ടമുള്ള ഒരാളാണ് എങ്കിൽ the premium price you are paying for the EV will be break even by 3 to 4 years. ഓക്കെ, പിന്നെ വേറൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജ് പറയാം. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ കൊടുക്കുന്ന പൈസ, അതായത് ഞാനിപ്പോൾ 21,40,000 രൂപ കൊടുക്കുമ്പോൾ ഓൺ റോഡ് ഈ വണ്ടി ഇറക്കാൻ ഞാൻ പേ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ, പ്രോഡക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 19,94,000 രൂപയുടെ പ്രൊഡക്റ്റാണ്. അത് ഒന്നും കൂടെ ഞാൻ ലോവർ ചെയ്താൽ ഇതിൻ്റെ നെറ്റ് എമൗണ്ട് അഥവാ ഗ്രോസ് വാല്യൂ ഓഫ് ദിസ് വെഹിക്കിൾ എന്ന് പറയുന്നത് 18,94,000 രൂപയുടെ അടുത്താണ്. അതായത് ഞാൻ 21.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു വണ്ടി മേടിച്ചപ്പോൾ അതിന് 18.5 ലക്ഷം അല്ലെങ്കിൽ 18.90 19 ലക്ഷം രൂപയുടെ അടുത്ത് വിലയുള്ള ഒരു പ്രോഡക്റ്റ്. അതായത് ഇപ്പം നമ്മളൊരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അറിയാം, ഒരു മാനുഫാക്ചറർ അവർക്ക് എന്ത് കിട്ടുന്നോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ആ പ്രൊഡക്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി എക്സ്ട്രാ നമ്മൾ പേ ചെയ്യുന്ന എല്ലാം ടാക്സ് ആണ്. സോ അങ്ങനെ നോക്കുമ്പോഴും ഇലക്ട്രിക് വെഹിക്കിൾസിന് ഇപ്പോൾ ഉള്ള ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 5% ആണ്. GST, റോഡ് ടാക്സും 5% ആണ്. അതായത് ഞാൻ ഈ കൊടുത്ത 21 ലക്ഷത്തിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് മാത്രമേ ഞാൻ ടാക്സ് പേ ചെയ്യുന്നുള്ളൂ. ബാക്കി 18 ലക്ഷം രൂപയ്ക്കുള്ള വാല്യൂ വേർത്ത് ഒരു അസറ്റാണ് എനിക്ക് കിട്ടുന്നത്. ഇത് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ സെയിം 19,94, അതായത് 19,94,000 MRP ഷോറൂം പ്രൈസ് വരുന്ന ഒരു പെട്രോൾ ഓർ ഡീസൽ കാറാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ the on-road price you have to pay for that is 24 lakhs പ്ലസ് പിന്നെ അതിനുള്ള ഫ്യൂലിംഗ് കോസ്റ്റസ് അങ്ങനെയുള്ള. സോ ഇത് കമ്പയർ ചെയ്യാവുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അപ് ടു യു. ബട്ട് ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ടാക്സ് കൊടുക്കുന്നതിനേക്കാൾ ഞാൻ ആ പൈസയ്ക്കുള്ള വാല്യൂ ആയിട്ടുള്ളൊരു അസറ്റ് ഞാൻ മേടിച്ചു. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ, നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിവേയ്സ്, നമ്മൾ റിവ്യൂവിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ്, നമ്മളിനി ഇത്തരം യൂസർ റിവ്യൂസ് കവർ ചെയ്യണോ അതോ വേറെ എന്തൊക്കെ കണ്ടൻസ് ആണ് നിങ്ങൾ ഇത്തരം റിവ്യൂയിലൂടെ ആഗ്രഹിക്കുന്നത് എന്നതെല്ലാം നമ്മുടെ കമൻസിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാഹനങ്ങൾ ഇതുപോലെ നിങ്ങൾക്കൊരു റിവ്യൂ പറയാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വന്ന് റിവ്യൂ ചെയ്യണം എന്നൊരു വിഷ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും വാട്സാപ്പ് നമ്പറും താഴെ കൊടുക്കുന്നതാണ്. സോ തീർച്ചയായും അതിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ എന്ന രീതിയിലായിരിക്കും ബിഗിനിങ്ങിൽ ചെയ്യുക. സോ ഇഫ് യു വുഡ് ലൈക്ക് ടു ഗെറ്റ് ഫീച്ചർഡ് ഓൺ മോട്ടോടെക്കീസ്, ഡു കോൺടാക്ട് us. We can do it together. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.